ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, അപ്പുറത്ത് വീട്ടിൽ നിന്ന് കുറച്ച് പതക്കറിൽ കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പതക്കറിലെന്നാണ് പറയാറ്. നിങ്ങളുടെ അവിടെ എന്തിനാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കിട്ടിയ പതക്കറിൽ നമ്മൾ ആദ്യം തന്നെ നല്ല വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിക്കോളും. ശേഷം നമ്മൾ അടുപ്പിൽ ഒരു ഉരുളിയെടുത്ത് വെക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക്, കുറച്ച് ഉലുവ പൊട്ടുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയിട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ചൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ മൂന്നും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം അല്ലെങ്കിൽ പച്ച മണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത് ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ എരിവ് കാണുമല്ലോ, അതനുസരിച്ചിട്ട് ഓരോ പൊടികളും യൂസ് ആക്കുക. പിന്നെ ആ ഒരു പച്ച മണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഉള്ളിയിൽ ഈ പൊടികളൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയ പൊടികളെല്ലാം എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പതക്കറിലെടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സുമായിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഈ ഒരു ഇതിൻ്റെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലപോലെ കുരുമുളകൊക്കെ ചേർത്ത് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ മിക്സ് ആക്കിയിരിക്കുന്നത് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കാം. ശേഷം നമുക്ക് ആ ഒരു അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണയും കുറച്ചും കൂടെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ശേഷം സെർവ് ചെയ്യുക, കഴിക്കുക, ആസ്വദിക്കുക. സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അവിടെ പതക്കറിൽ തന്നെയാണോ പറയുന്നതോ മറ്റെന്തെങ്കിലും പേരാണോ പറയുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ബായ്.